കള്ളം മാത്രം എഴുതുന്ന പത്രമല്ലേ ദേശാഭിമാനി. ശരി 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 അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു. ഇനി താങ്കൾ ഗോപൻ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കഴിയത്തില്ല നിഷാദേ. ഇയാളെന്നൊക്കെ വിളിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ റിജിന്റെ വീട്ടുവേലക്കാരനാണോ? ചർച്ച പങ്കെടുക്കാൻ പറ്റില്ല. പരിധി വിട്ട വഴക്ക് പറ്റില്ല കേട്ടോ. മര്യാദയ്ക്ക് വർത്താനം പറയുന്നവരെ കൊണ്ടിരുത്തണം. ഇല്ല ആ വക വഴക്കിന്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞല്ലേ. നമുക്ക് കാര്യം പറയാം. അല്ല, ഇയാളുടെ അടുത്ത പര്യായപദം ഇയാളെന്ന് പറയുന്നതിന്റെ അടുത്തത് തമ്പുരാൻ എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ചർച്ചയ്ക്ക് ഒരു പാനലിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് വർത്താനം പറയാന്നുള്ളത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നത് താങ്കളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ ചർച്ച അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. താങ്കളുടെ പോയിന്റ് തുടരും. അതെ, യെസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് UDF അദ്ദേഹത്തിന് എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ ആ വാക്ക് പിൻവലിക്കില്ല. UDF മുഖപത്രമായ മലയാള മനോരമ 2022 മാർച്ച് 14 2021 തുടങ്ങിയ സർവേയുടെ കണക്കുകൾ പുറത്തുവിട്ടു. ആ റിപ്പോർട്ട് ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയോ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടല്ല. അവരാ വസ്തുത, അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ? ഭക്ഷണമില്ലാതെ 1735 ദരിദ്ര കുടുംബങ്ങളെന്നാണ് അതിൻ്റെ ടൈറ്റിൽ. എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽപ്പെട്ടതിൽ ഒരു ഇമ്പോർട്ടൻ്റായ പോയിൻ്റ് അവരെടുത്ത് ടൈറ്റിലായിട്ട് കൊടുത്തു, പത്രത്തിൻ്റെ രീതി അനുസരിച്ച്. എന്നിട്ട് അവരതിൻ്റെ സബ്ഹെഡിങ് കൊടുത്തിരിക്കുന്നു. നോക്കൂ, അതീവ ദരിദ്രർ ഏറെ മലപ്പുറത്തും തിരുവനന്തപുരത്തും, കുറവ് കോട്ടയത്ത്. ഇത് സബ് ടൈറ്റിലാണ്. എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ്, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര കുടുംബങ്ങൾ 1,18,326, സബ് കമ്മിറ്റി അംഗീകരിച്ചവ 87,158, പ്രീ എന്യൂമറേഷൻ നടത്തിയവ 87,158, സൂപ്പർ ചെക്ക് നടത്തിയവ 17,265, മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവ 73,747, ഗ്രാമസഭ അംഗീകാരത്തിന് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടവ 64,006. ഇത് 2022 പ്രസിദ്ധീകരിച്ചതാണ്. ഈ പത്രം വായിക്കാത്ത ഒരു UDF നേതാവും കേരളത്തിലില്ല, മറ്റു മാധ്യമങ്ങളുമില്ല. ആരാണ് ഈ 3 വർഷമായി അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ എപ്പോഴെങ്കിലും ഈ കണക്കിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ സംസാരിച്ചോ? സംസാരിച്ചിട്ടില്ലല്ലോ. ഈ കണക്ക് തെറ്റാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനകത്ത് ആരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാനും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എല്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ, എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസം 1 മുമ്പ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിദാരിദ്ര്യമുക്ത തദ്ദേശ സ്ഥാപനമായി പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാരും കോൺഗ്രസ് കൗൺസിലേഴ്സും കോൺഗ്രസ് പ്രസിഡന്റുമാരും UDF മറ്റ് ബഹുമാനപ്പെട്ട ഘടകകക്ഷികളുടെ എല്ലാ സുഹൃത്തുക്കളും അതിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് ആവേശത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ തന്നെ എത്ര UDF പഞ്ചായത്തിൽ പോയി ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്തി, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയെന്നറിയാവോ? അവർക്ക് അതിനകത്ത് രാഷ്ട്രീയമില്ലായിരുന്നു. അവരുടെ പഞ്ചായത്ത് ദാരിദ്ര്യമുക്തമാക്കുന്നതിൽ ആ പാർട്ടി പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് അതിനെ അവർ കണ്ടത്. നമ്മുടെ പ്രതിപക്ഷം മൊത്തത്തിലെടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നവംബർ 1 ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് സഹിക്കാനേ പറ്റാത്ത ഒരു പ്രത്യയശാസ്ത്ര ബന്ധനത്തിലാണ് അവർ കിടക്കുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച് ഇത് ഞങ്ങൾ കണക്ക് പൊളിച്ചെടുക്കുമെന്ന്. ഈ കണക്ക് എന്തുകൊണ്ടാണ് 3 കൊല്ലമായിട്ട് നിങ്ങൾ പൊളിച്ചെടുക്കാത്തതെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുപോലെ തന്നെ ഈ കണക്ക് എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് വളരെ കൃത്യമായി ഇതിലൂടെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കണക്ക് തയ്യാറാക്കുന്നതിന് 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരെ ഗവൺമെൻറ് അണിനിരത്തിയിട്ടുണ്ട്. ഇനി മനോരമയിൽ വന്ന ഈ കണക്ക് മാത്രമല്ല സുഹൃത്തെ, 2022 തന്നെ ആദ്യ മാസങ്ങളിൽ കില ഒരു 57 പേജുള്ള ഒരു ഇതിൻ്റെ പ്രോസസ്സിംഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണത്? അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആശംസാ പ്രസംഗം, മുഖ്യമന്ത്രിയുടെ ആശംസാ പ്രസംഗം, തദ്ദേശ മന്ത്രിയുടെ ആശംസാ പ്രസംഗം, കില ഡയറക്ടർ ജോയി ഇളമൺ സാറിൻ്റെ ആശംസാ പ്രസംഗം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർ എങ്ങനെയാണിത് കണ്ടെത്തിയത്? അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ IAS കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവരോട് ചോദിച്ചതിന് അവർ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തു.
ഈ പ്രോസസ്സിങ്ങിലൂടെ ഞങ്ങൾ കണ്ടെത്തിയത് ദരിദ്രരല്ല. ഇവിടെ ഒരു തർക്കം വന്ന വിഷയം അതാണ്. ദരിദ്ര സമൂഹത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ഞങ്ങളുടെ രണ്ടാം ഘട്ടമാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊള്ളും, കാരണം അത് ഇച്ചിരൂടെ വലിയ നമ്പറാണ്. ഞങ്ങൾ ഇല്ലാതാക്കിയത് അതിദരിദ്രരെയാണ്. ഈ അതിദരിദ്രരിൽ നാളെ ഈ നമ്പർ സ്ഥിരതയുള്ള നമ്പരല്ല. ഈ 64,006 ഇപ്പൊ കണ്ടെത്തിയ കണക്കാണ്. അതിനുശേഷം ചിലത് ഇതിൽ നിന്ന് പുറത്തു പോകാം, ചിലപ്പോൾ കൂടി വരാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഈ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, സ്വാഗതം ചെയ്യുന്നു ശ്രീ റീജിൽ. ബഹുമാന്യനായ റീജിൽ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എവിടെയാണോ UDF പോസിറ്റീവായിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റില്ല, അതിദരിദ്രരെന്ന് കണ്ടെത്തിയ ആളുകളുടെ പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 60,000-ലധികം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 60,000-ലധികം പേർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയില്ല. അത് ചിലപ്പോൾ ഏറിയേക്കാം. ഇപ്പോൾ ദരിദ്രരുടെ പട്ടികയിലുള്ളവർ നാളെ അതിദരിദ്രരായി മാറിയേക്കാം. അപ്പോൾ അതും പരിഹരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.